വിശ്വാസികൾ നടത്തേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ അയ്യപ്പ സംഗമം പോലെ സർക്കാർ നടത്തുകയാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ വിശ്വാസികൾ നടത്തട്ടെ. ഹിന്ദുക്കളുടെ ഒരു ആരാധനാ കർമ്മത്തിന് വരുന്ന ആളുകൾക്ക് വഴിയൊരുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യം കൊടുക്കുന്നു, വളണ്ടിയർമാരായി വർക്ക് ചെയ്യുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളായ ആളുകളടക്കം. ഇത് എവിടെ കാണും നിങ്ങൾ? ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്, ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ സൗഹൃദമല്ല നമുക്ക് വേണ്ടത്. ഇത് തകർത്തുകൂടാ. അത് ഏത് ഭാഗത്ത് ഇപ്പുറത്ത് നിന്നാലും അപ്പുറത്ത് നിന്നാലും. തിരുനാവായയുടെ പ്രാധാന്യം ലോകത്തോളം ഉയർത്തിക്കൊണ്ടുവരുന്ന പരിപാടികളും പദ്ധതികളും ഇവിടെ നടക്കണമെന്നുള്ളത് ഇന്ത്യയിൽ എന്നല്ല ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു ഉദ്ഘോഷമാണ് തിരുനാവായിൽ നടത്തുന്നത്. ലക്ഷക്കണക്കായ ആളുകൾ വന്നു പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ അത്തരത്തിൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ കൃത്യമായ നിയന്ത്രണത്തോടു കൂടി ഇത് സംഘടിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തിരുനാവായയുടെയും പ്രത്യേകിച്ച് ഈ ഭൂമിയുടെയും ഒരു മഹത്വമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരൂർ MLA ശ്രീ കുറുക്കോളി മൊയ്തീനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. സർ, നമുക്കറിയാം തിരുനാവായയുടെ മണ്ണിൽ വലിയ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് മഹാമാഘമേള. തിരൂർ MLA എന്ന നിലയ്ക്ക് സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എൻ്റെ മണ്ഡലത്തിൻ്റെ ഓരം ചേർന്ന് നടക്കുന്ന നവാമുകുന്ദ ക്ഷേത്രത്തെ ഇതിവൃത്തമായി അതിന് ചുറ്റുമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ വിവിധ ദിവസങ്ങളിലായി ഇതിനകം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ അവരുടെ ഇതിൻ്റെ സംഘാടനവും വരുന്നു പോകുന്ന ആളുകളുടെ ക്ഷേമകാര്യങ്ങളും മറ്റുമൊക്കെ എങ്ങനെയുണ്ട് എന്നൊന്ന് അറിയാൻ കൂടിയാണ് വന്നത്. ഇത്രയും ആളുകൾ വരുമ്പോൾ ഒരവസരവും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സംഘാടന മികവും ഈ ആളുകളുടെ ക്ഷമയോടുകൂടിയുള്ള ആരാധനാപൂർവമുള്ള എത്തിച്ചേരലുകളും കാണുക എന്നുള്ളതും അത് ആസ്വദിക്കുക എന്നുള്ളതും ഒരു വലിയ അനുഭവമാണ്. ഞാനൊരു വിശ്വാസിയാണ്. ഹൈന്ദവ വിശ്വാസികൾ വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്സവത്തിന് ഇത് ആഘോഷമാക്കി അവിടെ ഒരു ആരാധന കർമ്മത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും നമ്മുടെ സാംസ്കാരിക ഹൃത്തടത്തിൽ ഇതൊരാഘോഷം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് ചേർന്ന ആളുകളെ കാണുക എന്നുള്ളതാണ് ഞാൻ സന്തോഷത്തോടെ എത്തിച്ചേരാനുണ്ടായ കാരണം. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. ഇതിൻ്റെ സംഘാടകനമൊക്കെ വളരെ മികവുറ്റതാണ്. ഗംഗാരതി കണ്ടിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? ഒരു ചെറിയ ഒരു പാർശ്വവീക്ഷണം മാത്രമേ എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ആസ്വദിച്ചിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം നാളെ നിയമസഭ നടക്കുന്നതുകൊണ്ട് ഈ ട്രെയിനിന് പോകേണ്ടതുകൊണ്ട് ഒരു ഹ്രസ്വമായ ഒരു സന്ദർശനം, ഒരു ചെറിയ വീക്ഷണം, അതിന് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നതോടുകൂടി ഞാൻ വളരെ നന്നായിട്ട് തന്നെ ചെറിയ സമയം കൊണ്ട് അത് നന്നായി ആസ്വദിച്ചു. അപ്പോൾ ഇവിടേക്ക് നമുക്കറിയാം എല്ലാവരും എത്തുന്നുണ്ട്, ജാതി മത ഭേദമന്യേ എല്ലാവരും എത്തിച്ചേരുന്നുണ്ട് തിരുനാവായയിലേക്ക്. എല്ലാവരും അവരുടെ ഉത്സവമായി ഏറ്റെടുത്തിരിക്കണം. ഒപ്പം തന്നെ തിരുനാവായയുടെ വികസനത്തിന് മഹാമാഘമേള വലിയൊരു ഭാഗമാവാനുള്ള വലിയൊരു സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. നവാമുകുന്ദ ക്ഷേത്രത്തിൽ രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹാത്മജിയുടെ പോലും ചിതാഭസ്മം ഇവിടെയാണ് നിമജ്ജനം ചെയ്തത്. ഇപ്പോഴും പല ആളുകളും പലയിടത്തും പ്രശസ്തരായ ആളുകളുടെ ഈ ചിതാഭസ്മം ഇവിടെ എത്തിച്ചേരുകയാണ്. അവർക്ക് ഇരുന്ന് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം എൻ്റെ സഹപ്രവർത്തകനും എൻ്റെ തൊട്ട് മുൻഗാമിയുമായ MLA ആണ് അവിടെ ഒരു വലിയ തുക തന്നെ ചെലവഴിച്ച് സൗകര്യം ചെയ്തു കൊടുത്തത്. ഞാൻ നിയമസഭാംഗമായതിനു ശേഷം ഇവിടെ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സൗകര്യം പോരാ. അപ്പോൾ അതിനു വേണ്ടി ഗവൺമെൻറ്റിന് മുമ്പാകെ ബജറ്റിൽ കഴിഞ്ഞ എല്ലാ ബജറ്റുകളിലും ഓരോ 100 രൂപ വീതം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ പ്രാവശ്യവും. അത് വീണ്ടും ഞാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. ജനങ്ങൾ ഇവിടെ ഒന്ന് ദുരിതം അനുഭവിക്കാൻ പാടില്ല. അവിടെ നല്ല സൗകര്യത്തോടു കൂടി ഇരുന്ന് തന്നെ അവർക്ക് അവിടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അതിന് ഗവൺമെൻറ് അതിന് പണം അനുവദിക്കണം. ഞാൻ 3 കോടി രൂപയാണ് ഈ ബജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് തരാൻ സന്നദ്ധമാകണം എന്ന് ഗവൺമെൻറ്റിനോട് ഈ ക്ഷേത്ര മുറ്റത്ത് വെച്ച് ഞാൻ ആവശ്യപ്പെടാൻ കൂടി സന്ദർഭം ആഗ്രഹിക്കാം. നമുക്കറിയാം ഈ മഹാമാഘ മഹോത്സവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനുമതി തേടിയപ്പോഴൊക്കെ ഒരുപാട് തവണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സംഘാടകർക്ക്. അതിനെ എങ്ങനെയാണ് സർ നോക്കിക്കാണുന്നത്? അതൊരു തെറ്റായ നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വിടണം. വിശ്വാസികളുടെ സംഗതിയാണിത്. വിശ്വാസികൾ നടത്തേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ അയ്യപ്പ സംഗമം പോലെ സർക്കാർ നടത്തുകയാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ വിശ്വാസികൾ നടത്തട്ടെ. വിശ്വാസികളുടെ ആരാധന കർമ്മങ്ങളും ആഘോഷങ്ങളും അവരുടെ ആഭിമുഖ്യത്തിൽ നടത്താം. നമുക്ക് സഹകരിക്കാം, നമുക്ക് പിന്തുണക്കാം, നമുക്കത് കാണാം. ഇതെല്ലാവരുടെയും ഉത്സവമാണ്, എല്ലാവരുടെയും ആഘോഷമാണ്. ഞങ്ങളുടെ തിരൂര് സാംസ്കാരിക തലത്തിൽ അതിൻ്റെ ഒരു ഹൃത്തടമാണ് ഇത് പറയാം. കേരളത്തിൻ്റെ യഥാർത്ഥ സാംസ്കാരിക തലസ്ഥാനം ഞങ്ങളുടെ തിരൂരാണ്. വേറെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. എന്നാൽ യഥാർത്ഥ അവകാശികൾ ഞങ്ങളാണ്. ഇവിടെ എല്ലാ മതക്കാരും എന്തുമാത്രം സൗഹാർദ്ദത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങളിൽ അത് അവർ തീരുമാനിക്കട്ടെ. അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നാണ് ഭരണകൂടങ്ങളുടെ താല്പര്യം ഉണ്ടാകേണ്ടത്. ഇനിയിപ്പോൾ വരും വർഷങ്ങളിലും ഇതിലും മനോഹരമായി ഗംഭീരമായ നിലയ്ക്ക് മഹാമാഘ മഹോത്സവം തിരുനാവായയിൽ നടക്കുമെന്ന് തന്നെയാണ് സംഘാടകർ എല്ലാവരും പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും തിരുനാവായയുടെ ഭാവി അല്ലെങ്കിൽ തിരൂരിൻ്റെ ഭാവിയെ തന്നെ ഈ മഹാമഹോത്സവത്തിന് മാറ്റിമറിക്കാൻ സാധിക്കുന്നുണ്ടാവുക? ഈ തരത്തിൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ കണ്ടില്ലേ, എല്ലാ ആളുകളും
ആളുകൾക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് പുറത്തുനിന്ന് വരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കടക്കം വാഹനങ്ങൾ നിർത്താൻ, അവർക്ക് യാത്ര ചെയ്യാൻ വളണ്ടിയർമാരായി പോലും മുസ്ലിങ്ങളായ ആളുകൾ പോലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എവിടെ കാണും നിങ്ങൾ? ഇന്ത്യയിൽ എവിടെ പോയാലാ കാണുക? ഹിന്ദുക്കളുടെ ഒരു ആരാധനാ കർമ്മത്തിന് വരുന്ന ആളുകൾക്ക് വഴിയൊരുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യം കൊടുക്കുന്നു, വളണ്ടിയർമാരായി വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളായ ആളുകളടക്കം. ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്, ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ സൗഹൃദമല്ല നമുക്ക് വേണ്ടത്. ഇത് തകർത്തുകൂടാ. അത് ഏത് ഭാഗത്ത് ഇപ്പുറത്ത് നിന്നാലും അപ്പുറത്ത് നിന്നാലും അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടറിയണം. എന്തായാലും ഒരുപാട് നന്ദി. ഒപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ സജീവമായ രാഷ്ട്രീയ നേതാക്കളെല്ലാം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കി കാണുന്നതല്ല? ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചതാണ് തിരുനാവായയുടെ പ്രാധാന്യം ലോകത്തോളം ഉയർത്തിക്കൊണ്ടുവരുന്ന പരിപാടികളും പദ്ധതികളും ഇവിടെ നടക്കണമെന്നുള്ളത്. ഞാൻ നേരത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോഴും ഒക്കെ ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടത്തിയതാണ്. സത്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ പഴയ കാലത്ത് പ്രതീക്ഷ ഒത്തുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതി ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് ഇനി തുടർന്ന് കൊണ്ടുപോകണം. നമുക്കറിയാം, ഇന്ത്യയിൽ എന്നല്ല ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു ഉദ്ഘോഷമാണ് തിരുനാവായിൽ നടത്തുന്നത്. നമുക്കറിയാം, മാമാക മഹോത്സവം സത്യത്തിൽ അത് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചരിത്രമായിട്ടാണ് മാമാക നമുക്ക് കാണാൻ സാധിക്കുക. ആ മാമാക മഹോത്സവം നടക്കുന്ന ഈ പ്രദേശത്ത് വെച്ചുകൊണ്ട് തന്നെ മാഘ മഹോത്സവം എന്ന് പറയുന്ന വലിയ സംവിധാനം കുംഭമേള പോലെ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് സത്യത്തിൽ ഒരുപാട് വൈകിപ്പോയി എന്നാണ് ഞങ്ങൾക്കൊക്കെ അഭിപ്രായമുള്ളത്. നാട്ടുകാർ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഞങ്ങൾ എല്ലാ നിലക്കും ഈ പദ്ധതിയോടും സംരംഭത്തോടും സഹകരിക്കും. ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഇത് ഈ നാടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മലപ്പുറത്തിൻ്റെ മാത്രമല്ല ഒരു വലിയ മേളയായി നമ്മൾ ജനം ഏറ്റെടുത്തിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി യാതൊരു പ്രശ്നങ്ങളുമില്ല. നമുക്കറിയാം, ലക്ഷക്കണക്കായ ആളുകൾ വന്നു പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ അത്തരത്തിൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ കൃത്യമായ നിയന്ത്രണത്തോടു കൂടി ഇത് സംഘടിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തിരുനാവായയുടെയും പ്രത്യേകിച്ച് ഈ ഭൂമിയുടെയും ഒരു മഹത്വമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ പറഞ്ഞതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന് വലിയൊരു വേദിയായി മാറുകയാണ് തിരുനാവായ. ജാതിഭേദ മതം മന്യേ നിരവധി ആളുകളാണ് ഓരോ ദിവസവും തിരുനാവായയുടെ മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നത്. ക്യാമറമാൻ വിഷ്ണു വേണുവിനോടൊപ്പം ശില്പ ശിവ.